നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ 2026 വിഷു വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമാണെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. രോഹിണിയെ സംബന്ധിച്ച് അത്യാവശ്യം കുറച്ച് ഗുണകരമായ കാര്യങ്ങളും പിന്നെ ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളും, അതായത് ചെറിയ മാനസികമായിട്ട് ഉള്ള ചില സങ്കടങ്ങളും ഒക്കെ വന്നു പോകുന്നൊരു വർഷമായിട്ട് ഈ ഒരു വിഷു വർഷത്തെ കാണാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ജോലിയിൽ ഏത് ജോലിയായിരുന്നാലും അതിൽ ഉന്നമനം, അതുപോലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് വിജയം, മത്സരങ്ങളിൽ മത്സരിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വ്യവസായം കൊണ്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചതി സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകും. ഇതാണ് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ രോഹിണിയെ സംബന്ധിച്ച് ഈ വിഷു വർഷക്കാലത്തിൽ. വിദ്യാഭ്യാസപരമായി രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് ഈ വർഷം വളരെയധികം ഗുണകരമായ ഒരു വർഷമാണ്. കാരണം ഇടക്കാലത്ത് നിങ്ങൾക്ക് പഠനത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനും പരീക്ഷകളിൽ ഉന്നതമായ പ്രതീക്ഷിക്കാത്ത വിജയങ്ങളൊക്കെ പരീക്ഷകളിൽ കൈവരിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലയളവ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം മുൻകാലങ്ങളെക്കാൾ ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വർഷമാണ് 2026 വിഷു വർഷം രോഹിണിയെ സംബന്ധിച്ച്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലോ അല്ലെങ്കിൽ മക്കൾ, അമ്മ, മരുമക്കൾ എന്നിവർ തമ്മിലുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഭർത്താവുമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ മക്കളുമായിട്ടോ മരുമക്കളുമായിട്ടോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം കൂടുതലാണ്. എന്നാൽ ആ സമയം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുവാൻ മക്കൾക്ക് തുല്യമായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ സ്പിരിച്വൽ തലത്തിലൊക്കെ നിൽക്കുന്ന രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്ക് പുതിയ അറിവുകൾ, അതായത് പ്രതീക്ഷിക്കാതെ ഉള്ള അറിവുകൾ, ജ്ഞാനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷുവർഷം എന്ന് പറയുന്നത്. തൊഴിൽപരമായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്. ഏത് മേഖലയിലായിരുന്നാലും, അത് പ്രൈവറ്റ് ഫേം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു സെൽഫ് എംപ്ലോയി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. അതുപോലെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഈ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് 2026 വിഷു വർഷം എന്നത് ഏറെ ഗുണകരമായ ഒരു കാലയളവാണ്. അത് സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ചുകൂടി നിങ്ങളുടെ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം കുറച്ചുകൂടി ഒന്ന് ശക്തമാക്കിയാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾ കുറേയൊക്കെ ഒരു പകുതി മനസ്സോട് കൂടിയിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതൊന്ന് മാറ്റി വെച്ചിട്ട് പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളിതിലേക്ക് ഇറങ്ങിയാൽ സുനിശ്ചിതമായ വിജയം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിഷു വർഷക്കാലത്തിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. വിവാഹത്തിന് വളരെ ഗുണകരമായ ഒരു വർഷം തന്നെയാണ് രോഹിണിയെ സംബന്ധിച്ച് ഈ വിഷു വർഷം എന്ന് പറയുന്നത്. പുതിയ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ആ പ്രണയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വിവാഹത്തിൽ കലാശിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഈ വിഷു വർഷത്തിൽ രോഹിണി നക്ഷത്ര ജാതരെ സംബന്ധിച്ച് കാണുന്നുണ്ട്. വ്യാവസായികപരമായി പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് വേണം തുടങ്ങാൻ. കാര്യം എന്തെങ്കിലുമൊക്കെ ചെറിയ ധനനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുവാൻ ഈ വിഷു വർഷക്കാലത്തിൽ സാധ്യത വളരെയധികം കൂടുതലാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാനായിട്ട്. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചതി, അത് ചിലപ്പോൾ നിങ്ങളെ മാനസികമായി വളരെയധികം സ്വാധീനിക്കുന്ന, നിങ്ങളുടെ എല്ലാ വസ്തുതകളെക്കുറിച്ചും അറിയുന്ന, കാലങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ചതി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് നിങ്ങളെ കുറച്ച് കാലത്തേക്ക് ഒരു മാനസികമായിട്ടൊരു ചെറിയ ഡിപ്രഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ തളർന്നു പോകരുത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നത്. 1. 2, നമ്മളുടെ ദേഷ്യവും നമ്മളുടെ സന്തോഷവും നമ്മളുടെ മുഖവും നമ്മളുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം മനസ്സിലാക്കി അഡ്ജസ്റ്റബിളായിട്ട്, ഏത് റിലേഷൻഷിപ്പിനും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റബിളായിട്ട് നിൽക്കുന്ന
ഒരാൾ മതി നമ്മുടെ കൂടെ എന്ന് നമ്മൾ നിശ്ചയിക്കുക. അല്ലാത്തവർ വേണ്ട. നമുക്ക് ആരെയും പോയി നിർബന്ധിക്കാനൊന്നും പറ്റുന്ന ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ ഏതൊരു ആത്മബന്ധം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും സൗഹൃദങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ പോയത് നല്ലതാണെന്ന് വിചാരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് ഈ 2026 ഭാഗ്യ പരീക്ഷണങ്ങൾ ഈ വിഷുവർഷത്തിൽ രോഹിണി നക്ഷത്രത്തിന് നടത്താം. അതായത് ഇപ്പോൾ ഏതെങ്കിലും കൂപ്പൺ, ഗിഫ്റ്റ് കൂപ്പണോ അതുമല്ലെന്നുണ്ടെങ്കിൽ ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ നല്ലതായിരിക്കും. ദൈവാധീനം അല്പമൊക്കെ വർദ്ധിച്ചു വരുന്ന, പ്രത്യേകിച്ചും ലക്ഷ്മി കടാക്ഷം വർദ്ധിച്ചു വരുന്ന ഒരു വർഷം കൂടിയാണ് രോഹിണിയെ സംബന്ധിച്ച് വിഷുവർഷം എന്ന് പറയുന്നത്. ആരോഗ്യപരമായി ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്, ആരോഗ്യത്തിൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും സ്ത്രീകളും, രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും കൃത്യമായി നിങ്ങൾക്ക് കഴിക്കേണ്ട ഔഷധങ്ങൾ കഴിക്കുക, മെഡിസിൻ എടുക്കുക നന്നായിട്ട്. അസ്ഥി സംബന്ധമായിട്ടോ അതുമല്ലെന്നുണ്ടെങ്കിൽ ന്യൂറോൺ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ നിസാരവൽക്കരിച്ച് കളയരുത്. ഇത്രയും പ്രായമൊക്കെ ആയാലും ഇനിയിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് അത് ചെയ്ത് വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ മാത്രമേ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും, നമുക്ക് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും വേണം. അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബന്ധങ്ങൾപരമായിട്ടും ഒക്കെ എല്ലാം വേണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുകൊണ്ടെങ്കിലും ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോവുക. ദോഷപരിഹാരാർത്ഥം രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മഹാവിഷ്ണുവിനെയും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാര മൂർത്തികളെ നന്നായി പ്രാർത്ഥിക്കണം. നരസിംഹമൂർത്തി, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി, വാമനമൂർത്തി അല്ലെങ്കിൽ മത്സ്യാവതാരമൂർത്തി, വരാഹം, ഇങ്ങനെയുള്ള മൂർത്തികളെയൊക്കെ നന്നായി പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നത് ഈ വിഷുവർഷക്കാലത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സാധൂകരണം തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സൂര്യനെ, രോഹിണി നക്ഷത്ര ജാതർ എല്ലാ ദിവസവും സൂര്യനെ നന്നായിട്ട് വണങ്ങുന്നതും ഗായത്രി മന്ത്രം സൂര്യനെ നോക്കി ചൊല്ലുന്നത്, അല്ലെങ്കിൽ സൂര്യഭഗവാൻ തന്നെ ഗായത്രി ഉണ്ട്, അത് ജപിക്കുന്നതായിരുന്നാലും ഗായത്രി മന്ത്രം, നമ്മൾ നോർമലായിട്ടുള്ള ഗായത്രി മന്ത്രം രാവിലെ ഒരു 28 തവണയിൽ കുറയാതെ സൂര്യനെ നോക്കി സൂര്യൻ്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് നിങ്ങൾ ജപിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും രോഹിണി നക്ഷത്രത്തിന് ഈ വിഷുവർഷക്കാലത്തിൽ. അടുത്ത് ഉള്ള ക്ഷേത്രങ്ങളിലെ ഗണപതിക്ക് പ്രധാന പ്രതിഷ്ഠ ഗണപതിയായിട്ടുള്ളിടത്താണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് കറുകമാലയോ മുക്കുറ്റിമാലയോ സമർപ്പിച്ച്, ഈ കറുക മാത്രമായിട്ട് സമർപ്പിക്കരുത്, കറുകയും നാരങ്ങയും കൂടി കോർത്ത് മാല കെട്ടുകയോ അല്ലെങ്കിൽ മുക്കുറ്റി മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നതും രോഹിണി നക്ഷത്ര ജാതർക്ക് ഈ വിഷു വർഷക്കാലത്ത് ഐശ്വര്യം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് അതിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു വർഷം തന്നെയാണ് രോഹിണിയെ സംബന്ധിച്ച് എന്ന് തന്നെ നമുക്ക് പറയാം. ചെറിയ കുറച്ച് ഞാൻ പറഞ്ഞ ഒരു ഡിപ്രഷൻ പോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ വന്നെന്നിരിക്കും, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് നിങ്ങൾ ഒരു സങ്കടകരമായ അവസ്ഥയായി ഒരിക്കലും നിങ്ങളതിനെ കാണരുത്. മനോഹരമായിട്ടുള്ള ജീവിതങ്ങളെ നമ്മൾ വേണം പടുത്തുയർത്തുവാനായിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പരിശ്രമിച്ച് പോവുക എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ രോഹിണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വിഷു വർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക് ലൈഫിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.